Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Assalatu wassalamu ala rasulillah wa ala alihi wa ashabihi ajma'in. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്കുള്ള മാതൃകയായി അവതരിപ്പിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ചില ആയത്തുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു വെക്കുന്നതും. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ പ്രവാചകനെ പിന്തുടരണം എന്ന് പറയുന്നത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ പിന്തുടരേണ്ടത് എന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലം എന്താ? യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ പിന്തുടരണം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൽ യാതൊരു തരത്തിലുള്ള ന്യൂനതകളുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ്. ലോകത്തിൽ ഇന്നേ വരെ ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുള്ള മഹാന്മാരായ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒരു ഭാഗം ശരിയാകുമ്പോൾ മറ്റൊരു ഭാഗം ശരിയാകാത്ത സാഹചര്യങ്ങളുണ്ട്. വലിയ ഭരണാധികാരികൾ അവരുടെ അവസാന സന്ദർഭങ്ങളിൽ അവരുടെ മനസ്സിൻ്റെ എല്ലാ തരത്തിലുമുള്ള കാഠിന്യവും ശക്തിയും നഷ്ടപ്പെട്ട് ദുർബലരായി മരണത്തെ വേണം എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് അവർ പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ പറയുന്നുണ്ട്, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ പ്രക്ഷോഭിതവും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു സാമീപ്യവും കാണിച്ചു, പരലോകം ഇഹലോകം കാണിച്ചു. ഞാൻ തിരഞ്ഞെടുത്തത് പരലോകമാണ്. ഇത് കേൾക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്, സഹാബിമാർ കരയുന്നുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുന്ന സമയത്ത് ചില സഹാബിമാരുടെ മുഖത്ത് സന്തോഷമുണ്ട്. അവർ വിചാരിക്കുന്നത് ഇത് നമ്മളുടെ വിജയത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണെന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് കരച്ചിൽ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനം അടുത്തിട്ടുണ്ട് എന്ന തിരിച്ചറിവിലാണ് അദ്ദേഹത്തിന് ആ കരച്ചിലുണ്ടാകുന്നത്. പക്ഷേ ആ അവസാന സന്ദർഭത്തിലും ആ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം ആലോചിച്ച് വേവലാതിപ്പെടുന്നുണ്ട്. മരണപ്പെടുന്ന സമയത്തുള്ള വേദനയെ ആലോചിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് അത്തരത്തിലുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മരണത്തിൻ്റെ സക്രാത്ത് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വലിയ ഒരു വിഭാഗത്തെ വാർത്തെടുത്തതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് ഞാൻ പോകുന്നത് എന്നുള്ള, അതിലേക്കാണ് ഞാൻ ചേരുന്നത് എന്നുള്ള സമാധാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു മരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതുമാണ്. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, ഏറ്റവും അവസാന മരണസന്ദർഭത്തിൽ പോലും സന്തോഷവാനായി ആ രീതിയിൽ സംതൃപ്തനായി മരണപ്പെട്ടു പോകുവാൻ സാധിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ആ പ്രവാചകനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് വലിയ ഗുണങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും നബിയുടെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നബിയുടെ സുന്നത്തുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സൗകര്യം ഉണ്ടെങ്കിലല്ല, സൗകര്യം ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ
ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള സുന്നത്തുകളെ കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമേറിയിട്ടുള്ള കാര്യമാണ്. രണ്ട് രീതിയിലാണ് സുന്നത്തിനെ ഇഹ്യാ സുന്ന എന്ന് പറയാം. ഇഹ്യാ സുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നത്തിനെ ജീവിപ്പിക്കാം. മുഹയ്യ സുന്ന എന്നു പേരുള്ള പണ്ഡിതന്മാരുണ്ട്. അവർ ചെയ്യുന്ന കാര്യം എന്താണ്? മുഹയ്യുദ്ദീൻ എന്ന് പേരുള്ള പണ്ഡിതനാണ് ആര്? അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാ. അദ്ദേഹം ആളുകളൊക്കെ മതത്തിനെ വല്ലാതെ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിൻ്റെയും വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആളുകളെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മനുഷ്യനാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് പിന്നീട് ത്വരീഖത്ത് ഉണ്ടായത് എന്നുള്ളത് അത് വേറൊരു വിഷയമാണ്. നമ്മളതിനെ വേറെ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇഹ്യാ സുന്ന എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ടാകണം. ഒന്ന് ഫിഅലുഹ, അത് പ്രവർത്തിക്കണം. രണ്ടാമത്തത് തഅലീമുൻ നാസ് ലഹാ വ നശ്രിഹാ ബൈനഹും, ജനങ്ങളത് പഠിപ്പിക്കാൻ വേണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ആ പഠിപ്പിക്കുന്ന കാര്യം ജനങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും വേണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവനവൻ സുന്നത്തിനെ സ്വീകരിക്കുക. രണ്ടാമത്തത് മറ്റുള്ള ആളുകളെ ആ സുന്നത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും പിന്നീടോ അത് ചെയ്യാനുള്ള പ്രേരണകൾ ഉണ്ടാകുകയും ചെയ്യാം. സുന്നത്ത് ചെയ്യാൻ നിർബന്ധിക്കണോ? ഫർള് ചെയ്യാൻ എന്ത് ചെയ്യണം? നിർബന്ധിക്കണം. സുന്നത്ത് ചെയ്യാൻ എന്താ വേണ്ടത്? അവിടെ വാക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്ത് ചെയ്യണം? പ്രേരിപ്പിക്കണം, പ്രേരണ നൽകണം. അപ്പോൾ നമ്മളുടെ വീടുകളിലൊക്കെ അത്തരത്തിലുള്ള സുന്നത്തുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്തായാലും ഉണ്ടാകും. എന്നാലും നമ്മളെ വക നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ഫർള് സ്കരിക്കൽ നിർബന്ധമാണല്ലോ. എന്നാൽ സുന്നത്ത് സ്കരിച്ച് കഴിഞ്ഞാൽ കൂടെ ഒരു മിഠായും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? ആ സുന്നത്ത് അവർ കൂടുതലായിട്ട് പാലിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. കാരണം ഒരുപാട് കാലം കഴിയുന്ന സമയത്ത് സംഭവിക്കാനുള്ളത് ഇദാ ഖല്ലൽ അമലു ബിസ്സുനൻ, നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് പാലിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ എന്ത് വരും? ലഹറത്തിൽ ബിദ്അത്ത് കടന്നു വരും. സുന്നത്തിനെ ഒഴിവാക്കിയാൽ അവിടെ ബിദ്അത്ത് കടന്നു വരും. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ അത്താ അലന്നാസി ആമുൻ ഇല്ലാ അഹ്ദസു ഫീഹി ബിദ്അത്തൻ വ അമാതുഹു ഫീ സുന്ന. അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഒരു ജനതയും കടന്നു പോയിട്ടില്ല, അവരിലൂടെ ഒരു കാലഘട്ടവും കടന്നു പോയിട്ടില്ല, ഇല്ലാ അഹ്ദസു ഫീഹി ബിദ്അ, അവരിലൊരു ബിദ്അത്ത് ഉണ്ടായിട്ടല്ലാതെ, വ അമാതു ഫീഹി സുന്ന, അതിലൂടെ ഒരു സുന്നത്ത് മരണപ്പെട്ടു പോയിട്ടല്ലാതെ, ഹത്താ തഹിയൽ ബിദ്അ, അതിലൂടെ സംഭവിക്കുന്ന എന്താ? തഹിയൽ ബിദ്അ, ബിദ്അത്ത് വർദ്ധിക്കും. പിന്നെയോ വതമൂതു സുന്നൻ, സുന്നത്തുകൾ മരണപ്പെട്ടു പോകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുന്നത്തുകൾ ചെയ്യാനുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. രാവിലെ എണീക്കുന്ന സമയം മുതൽ അല്ലേ? അത് ചിലത് നമ്മളുടെ പതിവുകളാണ്. ചില സുന്നത്തുകൾ നമ്മളുടെ പതിവുകളാണ്. അതിന് കൃത്യമായൊരു നിയ്യത്തുണ്ടായാൽ മതി. രാവിലെ എണീക്കുന്നൊരു മനുഷ്യൻ മനസ്സിൽ അറിയാതെ പറഞ്ഞു നോക്കുന്നുണ്ട്, ഉറക്കത്ത് മരിച്ചില്ല, അൽഹംദുലില്ലാ, ജീവിക്കാനുള്ളൊരു സാഹചര്യം കിട്ടി. കൂടെ അല്ലദീ അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹിൻ നുശൂർ, അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട സാധനമാണ്. പക്ഷേ അങ്ങനെ ആ ഒരു പ്രാർത്ഥന വരുന്നത് കൊണ്ട് തന്നെ അതൊരു സുന്നത്താണ് എന്നുള്ള രീതിയിൽ ചൊല്ലുമ്പോൾ രണ്ട് ഗുണങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നുള്ളൊരു ഗുണം കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മളുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്നു എന്നുള്ള മറ്റൊരു സുന്നത്ത്, മറ്റൊരു പ്രതിഫലം അതിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണ്? മൻ അഹ്യാ സുന്നത മിൻ സുന്നതി ഖദ് ഉമീതത് ബഅദി ഫഇന്ന ലഹു മിനൽ അജ്രി മിസ്ല മൻ അമില ബിഹാ. നിങ്ങൾ ഒരു സുന്നത്ത് ജീവിപ്പിക്കുകയാണ്. ഹസനായൊരു ഹദീസിൽ പറയുന്നൊരു കാര്യമാണ്, മൻ അഹ്യാ സുന്നത്ത മിൻ സുന്നത്തി, എൻ്റെ സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്തിനെ നിങ്ങൾ ജീവിപ്പിക്കുകയാണ്. ഖദ് ഉമീതത് ബഅദി, എനിക്ക് ശേഷം ആ സുന്നത്ത് എന്തായി പോയിട്ടുണ്ട്? നഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഫഇന്ന ലഹു മിനൽ അജ്രി മിസ്ല മൻ അമില ബിഹാ, അവർക്ക് എന്തുണ്ട്? അത് പ്രവർത്തിച്ചതുപോലെയുള്ള പ്രതിഫലം, ബാക്കിയുള്ള ആളുകൾ പ്രവർത്തിച്ചതുപോലെയുള്ള പ്രതിഫലം അവർക്കുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅ, എന്നാൽ ഷൈഉൻ, മറ്റൊരാളുടെ പ്രതിഫലത്തിൽ നിന്നൊട്ടും കുറയാതെ തന്നെ ആ സുന്നത്തിനെ ജീവിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചത് കൊണ്ട് എന്തുണ്ട്?
അവർക്കതിനുള്ള പ്രതിഫലമുണ്ട്. ഈ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ഒന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങളിലൊന്ന് പരലോകത്തിൽ നല്ല സൗഖ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. പരലോകത്തിൽ ഗുണം ഉണ്ടാകും. രണ്ടാമത്തെ ദുനിയാവിൽ തന്നെ കുറേ ഗുണങ്ങൾ അതിലൂടെ കൂടി ഉണ്ടാകുന്നുണ്ട്. നബിയുടെ സുന്നത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. നമുക്കതിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. പിന്നെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തിട്ടുള്ളത് അത് അങ്ങനെ തന്നെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടല്ലേ ഹജറുൽ അസ്വദിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അന്നഹു ജാഇലൽ ഹജറിൽ ഫഖബ്ബലഹു വഖാല. ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഫഖബ്ബലഹു, എന്നിട്ട് അതിനെ ചുംബിച്ചു. എന്നിട്ട് പറയാണ് ഇന്നി ല ഉഖബ്ബിലുക വ ഇന്നി ല അഅലമു അന്നക ഹജറുൻ ലാ തൻഫ വലാ തദുർ. ഞാൻ നിന്നെ ചുംബിക്കുന്നുണ്ട്, എനിക്കറിയാം നീ വെറും കല്ലാണ്. ലാ തൻഫ, നീ ഒരു ഉപകാരം ചെയ്യൂല. വലാ തദുർ, നീ ഒരു ഉപദ്രവവും ചെയ്യൂല. വലാകിന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക. എന്താ കാരണം? സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുന്നതായിട്ട് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാനും നിന്നെ ചുംബിക്കുകയാണ്. ചില സ്വഹാബിമാർക്കൊക്കെ അത് കുറച്ചുകൂടി ഒന്ന് ഭയങ്കരമായിട്ട് അതിനെ സ്വീകരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പോയി ഇരുന്നുണ്ടെങ്കിൽ, യാത്രയിലൊക്കെ എവിടെയും ഇരുന്നുണ്ടെങ്കിൽ അതേ സ്ഥലത്തിരിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെയുള്ള ഒരു രീതിയായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതേ സ്ഥലത്തിരിക്കും. ഏത് വസ്ത്രമാണോ ധരിച്ചത് അങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഏത് രീതിയിലാണോ നടന്നത് അങ്ങനെ നടക്കാൻ അങ്ങനെയുള്ളവരും ആരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു? സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ അനുധാവനം ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ പരലോകത്തിലുള്ള ഗുണങ്ങളുണ്ട്, ഇഹലോകത്തിലും ചില ഗുണങ്ങളുണ്ട്. നബിയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ഒന്ന്, നമ്മളുടെ ജീവിതത്തിൽ ത്വഹാറത്ത് ഉണ്ടാകും, ശുദ്ധി ഉണ്ടാകും, വൃത്തി ഉണ്ടാകും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹദീസില്ല, ത്വഹൂറു ശത്രുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതിയാണെന്ത്? ത്വഹൂർ എന്ന് പറയുന്നത് ഈമാനിൻ്റെ പകുതിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ് ത്വഹാറത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. മിസ്വാക്ക് ചെയ്യാറിനാൽ പല്ല് തേക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇൻദ ദുഖൂലിൽ ബൈത്ത്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖല ബൈതഹു ബദഅ ബിസ്സിവാക്ക്. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? പല്ല് തേച്ചിട്ട് പ്രവേശിക്കുകയായിരുന്നു എന്നാണ്. സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പല്ല് തേച്ചിട്ട് പ്രവേശിക്കുകയായിരുന്നു എന്നാണ്. അതൊരു സുന്നത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുറത്ത് പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ? പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ആളുകളായിട്ട് ചേരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇനി കഴിക്കുന്നില്ലെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം? പല്ല് വെക്കുന്ന മോശം കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വേറൊരു കാര്യത്തിൽ പറയുന്നില്ലേ, എല്ലാ നമസ്കാരത്തിൻ്റെ സമയത്തും ബ്രഷ് ചെയ്യാൻ വേണ്ടി. അത് എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നാണ്. എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എല്ലാ നമസ്കാരത്തിൻ്റെ സമയത്തും ഞാൻ പല്ലേക്കാൻ ആവശ്യപ്പെടും. രണ്ടാമത്താണ്, അപ്പോൾ ഒന്ന് ഇൻദ ദുഖൂലിൽ ബൈത്ത്, എവിടേക്ക്? വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്. രണ്ടാമത്താണ് തഗീർ റായിഹത്തിൽ ഫം, വായയുടെ സ്മെല്ല് മാറുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? പല്ല് തേക്കിയിരുന്നു. അത് നിസാഇ ധരിക്കുന്ന ഹദീസിൽ ആ ഒരു കാര്യം പറയുന്നുണ്ട്, തസവ്വക്കു, നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം. ഇന്ന സിവാക്ക് മത്ഹറത്തുൻ ലിൽ ഫം, കാരണം സിവാക്ക് ചെയ്യുക എന്നുള്ളത് അത് വായക്കുള്ള ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. അവിടെ നളാഫത്ത് വന്നു, വൃത്തി വന്നു, ത്വഹാറത്ത് വന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇൻദ ഖിയാമു മിനൻ നൗം, ഇത് പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇൻദ ഖിയാമു മിനൻ നൗം, എപ്പോഴും ഉറങ്ങി എണീക്കുന്ന സമയത്ത്. കാന ഇദാ ഖാമ മിനൽ ലൈൽ യശൂസു ഫാഹു ബിസ്സിവാക്ക്, അദ്ദേഹം രാത്രിയിൽ എണീച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പല്ല് തേക്കിയിരുന്നു. അതായത് രാത്രിയിൽ എണീച്ച് കഴിഞ്ഞാലും തഹജ്ജുദിനൊക്കെ നിസ്കരിക്കാണ്ട് എണീക്കില്ലോ, ആ സമയത്തും എന്ത് ചെയ്യാം? പല്ല് തേക്കാൻ പറ്റുന്നതാണ്. ഇൻദൽ വുദൂഇ വസ്സലാത്ത്, നമസ്കാരത്തിൻ്റെ സമയത്ത്, നമസ്കാരത്തിൻ്റെ വുദൂഇൻ്റെയും സമയത്ത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ലൗല അൻ അശുഖ അല ഉമ്മത്തി ല അമർത്തുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി സ്വലാത്ത്, എല്ലാ നമസ്കാരത്തിൻ്റെ സമയത്തും എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകൂലെങ്കിൽ ഞാൻ മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. കൽപ്പന ആയാലെന്തായി? കൽപ്പന ആയാൽ സുന്നത്തായി കണക്കാക്കാൻ പറ്റില്ല. എന്താകുമായിരുന്നു? നിർബന്ധമാകുമായിരുന്നു.
അവിടെയാണ് ശക്തമായിട്ട് പറയുന്നതാണ് അതിൻ്റെ കുല്ലു വുദൂ. അവിടെ വേറൊരു വിഭാഗത്തിൽ വന്ന് എല്ലാ വുദൂഇൻ്റെ സമയത്തും എന്ത് ചെയ്യാൻ കൽപ്പിക്കായിരുന്നു? പല്ല് തേക്കാൻ കൽപ്പിക്കായിരുന്നു. ഇനി അതിൻ്റെ ഖിറാഅത്തുൽ ഖുർആൻ ചില ഹദീസുകളിൽ പറയുന്നുണ്ട്, ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അഹമ്മദൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നൊരു കാര്യമാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ മുന്നേ പല്ല് തേക്കുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട്. അവിടെയും ചിലർ പറയുന്നത് നല്ല വചനങ്ങൾ നല്ല ശുദ്ധമായ വായിലൂടെ വരട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്നാണ്. അത് ഒരു ഹദീസിലാണ് അലി ഇബ്നു റളിയല്ലാഹു അൻഹു അയ്ളൻ ഖാല, അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന അഫ്വാഹക്കും തുറുഖൻ ലിൽ ഖുർആൻ, നിങ്ങളുടെ വായ എന്തിനുള്ളതാണ്? ഖുർആൻ പാരായണം ചെയ്യാനുള്ള വഴികളാണ്. ഫതൊയ്യിബൂഹാ ബിസ്സിവാക്ക്, നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ സിവാക്ക് കൊണ്ട് തൊയ്യിബാക്കുക, നല്ലതാക്കുക എന്ന് പറയുന്നുണ്ട്. അതായത് പിന്നെ ഇത് അലി റളിയല്ലാഹുവിൻ്റെ വാക്കാണ്. അപ്പോൾ അത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് സുന്നത്താണോ? അല്ലേ, സുന്നത്താകൂല. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അതിലുണ്ടെങ്കിൽ അത് സുന്നത്താവുകയും ചെയ്യും. ഇനി അടുത്തതാണ് രാത്രിയിൽ എണീക്കൂലേ? നേരത്തെ പറഞ്ഞു, രാത്രിയിൽ നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കാനൊക്കെ എണീക്കുന്നുണ്ട് എങ്കിൽ ആ സമയത്തും എന്ത് ചെയ്യാം? പല്ല് തേക്കുന്നത് നല്ലതാണ്. ഇത്രയും സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്? നമ്മളോട് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സന്ദർഭങ്ങളാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പല്ലിന് എന്തെങ്കിലും കേടുണ്ടാകുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് നളാഫത്ത് ഉണ്ടാക്കുന്നുണ്ടോ? വൃത്തി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മളുടെ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ ശാരീരികമായ സുഖങ്ങളും നമുക്കുണ്ടാകും. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ നിയ്യത്ത് എന്തായിരിക്കണം? അതാണല്ലോ പ്രധാനപ്പെട്ടത്. ശാരീരികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ള നിയ്യത്തിനപ്പുറത്തേക്ക് നമുക്കുണ്ടാകേണ്ട നിയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇതിലൂടെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അതിന് നമുക്ക് പ്രതിഫലം കിട്ടും. രാവിലെ ബ്രഷ് ചെയ്യുന്ന ആളുകൾ അത് രാവിലെ നമ്മളുടെ ഒരു പതിവ് എന്നുള്ളതിനപ്പുറത്തോട്ട് നമുക്കൊരു സുന്നത്ത് കൂടി ഇതിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, എന്നുള്ള നിയ്യത്ത് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ നമുക്കൊരു പ്രതിഫലം കൂടി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വുളൂഇൻ്റെ സമയത്തും ഇതുപോലെ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, വുളൂഇൽ കൈകൾ നല്ലോണം എന്ത് ചെയ്യുക? കൂട്ടി ഉരട്ടി കഴുകുക എന്നുള്ളത്. അത് ഒരു സുന്നത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതിയായിട്ട് പറയുന്നുണ്ട്. അത് പറയുന്നത് ഈ യബ്ദഅ ബി തഖ്ലീൽ യുംന മിൻ ഖിൻസരിഹ, വലതു ഭാഗമല്ലേ, വലതു ഭാഗത്തിൻ്റെ ഏറ്റവും വലതു ഭാഗത്തു നിന്ന് തുടങ്ങാൻ, ഈ ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതും എന്താണ്? നമുക്ക് വുളൂഇൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റുന്ന സുന്നത്തുകളിൽ ഒന്നാണ്. രണ്ടാമത്തിൽ മുബാലഗത്ത് ഫിൽ മദ്മദത്തി വൽ ഇസ്തിൻഷാഖ്. മദ്മദത്ത് പറഞ്ഞാൽ വായ കുപ്പിളിക്കുന്നത്, വെള്ളം വെച്ചിട്ട് കുറച്ചധികം നേരം വെച്ചാലും കുഴപ്പമില്ല എന്നാണ്. കാരണം വായ വൃത്തിയാക്കാൻ അത് ഉപയോഗിക്കും. എന്നിട്ടോ അതോട് ചേർത്തിട്ട് തന്നെ എന്ത് ചെയ്യണം? മൂക്കും വൃത്തിയാക്കേണ്ടതുണ്ട്. പൊതുവെ തിരക്കിട്ട് വുളൂർക്കാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഏതാണ്? വായിൽ മാത്രം വെള്ളമെടുത്ത് ഒഴിവാക്കാതെ മൂക്കും കൂടെ എന്ത് ചെയ്യാം? വൃത്തിയാക്കുക എന്നുള്ളത് ഇതിലൂടെ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. പിന്നെ ഇത് രണ്ടിനും കൂടി എന്ത് ചെയ്താൽ മതി? ഉർഫത്തും വാഹിദ എന്നാണ്. ഒറ്റ നമ്മളെന്തായാലും പറയുക, ഒരു കുമ്പിൾ വെള്ളം എടുക്കുക. എല്ലാത്തിനും രണ്ടിനും കൂടി ഒരു കുമ്പിൾ വെള്ളം എടുത്ത് ചെയ്യുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. വുദൂഇൻ്റെ സമയത്തുള്ള സുന്നത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വളരെ കുറവ് മാത്രം വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്, അല്ലേ? ടാപ്പൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ. അതിൽ ആദ്യം പഠിക്കേണ്ട സംഗതി എന്താണ്? ഒന്ന് പതുക്കെ തുറക്കുക എന്നുള്ളതാണ്. കുറേ തുറന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ തന്നെയും കുറേ വെള്ളം ചെയ്യും അതിലൂടെ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ അളവ് വെള്ളം കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വുദു എടുത്തിട്ടുള്ളത്. നമ്മൾ കാല് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, കാലുമേൽ ഒഴിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അത് മതിയാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തിന്? മുഴുവൻ വുദു എടുക്കാൻ വേണ്ടിയിട്ട്. ആ വുദുവിൻ്റെ സമയത്തുള്ള പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു നിർബന്ധമായിട്ടോ നമ്മൾ കാണേണ്ട കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. പിന്നെ വുദുവിൻ്റെ സമയത്ത് മുടി തടവുക എന്നുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായി നമ്മൾ കാണുന്ന കാര്യമാണ്. ഇനി നമസ്കാരങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആ റവാത്തിബുകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാമോ?
റവാത്തിബുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ പോലും ഒഴിവാക്കാത്തൊരു സുന്നത്താണ് സുബ്ഹിയുടെ മുമ്പുണ്ടായിരുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ഇവിടെ വേറൊരു രീതി കൂടി വരാറുണ്ട്. പിന്നെ ഏതെങ്കിലും സാഹചര്യങ്ങളാൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ പറ്റിയില്ല. ചില ഹദീസുകളിൽ പറയുന്നുണ്ട് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമസ്കരിച്ചോളാൻ ഉള്ള ഒരു അനുവാദം നൽകി. അത് സുന്നത്താണോ അല്ലേ എന്നുള്ള അങ്ങനെ നമസ്കരിക്കാനുള്ളൊരു അനുവാദം നൽകി. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സുന്നത്തുകളുടെ അക്ഷരവായന എന്ന് പറയുന്നൊരു സംഗതി വരുന്നുണ്ട്. എനിക്ക് ഈ അടുത്തൊരു ഒരു അനുഭവം ഉണ്ടായി ആ വിഷയത്തിൽ. നമ്മൾ എപ്പോഴും പറയുന്നൊരു ചരിത്രമല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നൊരു കഥയല്ലേ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ വെള്ളം കുടിക്കാൻ വേണ്ടി കിണറിലിറങ്ങി ഹുഫ് എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് മൂപ്പര് വെള്ളം കുടിച്ചു. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നായ എന്തുകൊണ്ട് പിന്നെ ദാഹം കൊണ്ട് മണ്ണ് നക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ ഇദ്ദേഹം ആ നായക്ക് വെള്ളം കൊടുത്തു. ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, അപ്പോൾ നായക്ക് വെള്ളം കുടിക്കൽ സുന്നത്താണല്ലേ എന്നാണ്. അവിടെ ആ ഹദീസിനെ സ്വീകരിച്ച് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കോണ്ടക്സ്റ്റിലാണ് അത് പറഞ്ഞിട്ടുള്ളത്? അവിടെ നായരക്ക് വെള്ളം കൊടുക്കലുള്ള ഒരു പ്രത്യേക സുന്നത്തായിട്ടാണോ പറഞ്ഞിട്ടുള്ളത്, അതല്ല മുഴുവൻ ജീവികളോട് കരുണ കാണിക്കുന്നതിനെ കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത്? അവിടെയാണ് ചില അക്ഷരവായനകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, സുന്നത്തിനെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് കരുതി കൂട്ടി ഒരാൾ സംസാരിച്ചിട്ടുള്ള കാര്യം, കരുതി കൂട്ടിയിട്ട് ഈ സുബിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാതെ കുറച്ച് നേരം വൈകി വന്നിട്ട് എന്ത് ചെയ്തു, സുബി നിസ്കരിച്ചു. സുബി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം നിസ്കരിച്ചു. എന്തിനാ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കരുതിക്കുട്ടി വൈകിയതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സുന്നത്തിന് എന്ത് ചെയ്യണം, ജീവിപ്പിക്കണം. ഇത് സുന്നത്താണ്, അത് അനുവാദമാണ്. ആ അനുവാദം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അതിനെന്തായി സ്വീകരിച്ചു, സുന്നത്തായി സ്വീകരിച്ചു. അപ്പം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുന്നത്തേത് അറബിയത്തേത് ആദത്തേത് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞാലേ സുന്നത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഇനി വുളു എടുത്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹൽ വുളു അഹ്യാനൻ വ തറക്കഹു അഹ്യാനൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്ക് വുളു എടുത്ത ഭാഗങ്ങൾ ചില സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടയ്ക്കുമായിരുന്നു, ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു, തുടയ്ക്കാതെ ഒഴിവാക്കി വിടുകയും ചെയ്യായിരുന്നു. അപ്പോൾ രണ്ടിലും അവിടെ എന്തുണ്ട്, സുന്നത്തുണ്ട്. ഒന്നുകിൽ വേണമെങ്കിൽ തുടയ്ക്കാം, അല്ലെങ്കിൽ തുടയ്ക്കാതെ ഒഴിവാക്കി വിടാം. പക്ഷേ വേറൊരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, വുളുവിൻ്റെ വെള്ളം ഇറ്റുന്ന സമയത്ത് അതിലൂടെ നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുന്നുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ അങ്ങനെയുള്ള അത് ആവശ്യമാണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. രണ്ടാമത്താണ് സ്വലാത്ത് റക്അത്തൈനി ബഅദൽ വുളു. വുളുവിന് ശേഷം 2 റക്അത്ത് നമസ്കാരത്തെക്കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇദാ സല്ലൈതു ബിദാലിക തുഹൂറു മാ കുത്തിബ ലി അൻ യുസല്ലി, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നൊരു കാര്യമായിട്ടാണ് പറയുന്നത്. എപ്പോൾ വുളു എടുത്തോ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 റക്അത്ത് സുന്നത്ത്. നിസ്കാരം കറാഹത്തായ സമയങ്ങളുണ്ടല്ലോ, ഏതൊക്കെയാണ്? ഒന്ന് സൂര്യൻ ഉദിച്ച് വരുന്ന സമയം, വേറൊന്ന് കറക്റ്റ് ഉച്ചയിൽ നിൽക്കുന്ന സമയം, വേറൊന്ന് അസ്തമിക്കുന്ന സമയം. ഈ 3 സമയങ്ങളിൽ അത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ചില ആളുകൾ പറയുന്നത്, നമ്മൾ പള്ളിയിലേക്ക് റവാത്തിബ് നിസ്കാരത്തിന് വേണ്ടി കയറൂലേ, അല്ലെങ്കിൽ പള്ളിയിൽ കയറുമ്പോൾ നമസ്കാരമല്ലേ, ഈ പള്ളിയിൽ കയറുമ്പോൾ നമസ്കാരം തഹയ്യത്ത് നമസ്കാരമുണ്ട്, റവാത്തിബ് നമസ്കാരമുണ്ട് അല്ലേ. പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി കയറിക്കഴിഞ്ഞാൽ തഹയ്യത്തുണ്ട്, റവാത്തിബുണ്ട്. ഒരാൾ ളുഹറിന് കയറുകയാണെങ്കിൽ എത്ര റക്അത്ത് നിസ്കരിക്കണം? അവിടെ റവാത്തിബുള്ള നമസ്കാരങ്ങൾക്ക് എന്താവശ്യമില്ല, തഹിയ്യത്ത് സുന്നത്തില്ല. റവാത്തിബുള്ള നമസ്കാരങ്ങൾക്ക് തഹിയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല. അത് ഈ വുളുവിൻ്റെ നമസ്കാരം ആ രീതിയിൽ വരുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വുളുവിൻ്റെ ശേഷമുള്ള സുന്നത്ത് നമസ്കാരം എന്ത് ചെയ്യാം, നമുക്ക് നമസ്കരിക്കാവുന്ന കാര്യമാണ്. ഇനി ഏതെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് വുളു എടുക്കാം. അതേപോലെ തന്നെ ആരെങ്കിലും ഉറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഔ അക്കൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ, ഔ ജുൻബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാബത്താകുന്നുണ്ട് എങ്കിൽ അവർക്ക് ആ സമയത്ത് വുളു എടുക്കാവുന്നതാണ്. ഇപ്പോൾ രാത്രിയിൽ ജനാബത്താകുമെന്ന് വിചാരിച്ചോളൂ. രാത്രിയിൽ ജനാബത്തായി കഴിഞ്ഞാൽ അപ്പം തന്നെ കുളിച്ച് കിടക്കേണ്ട ആവശ്യമുണ്ടോ?
പിറ്റേ ദിവസം സുബഹിക്ക് എന്ത് ചെയ്താൽ മതി? കുളിച്ചാൽ മതി. സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കുളിച്ചാൽ മതി. പക്ഷേ അവിടെ നല്ലതെന്താണ്? ഒരു വുളു എടുത്തിട്ട് കിടന്നുറങ്ങുക. ഇപ്പോൾ രാത്രിയിൽ പല കാരണങ്ങളുണ്ടാവില്ല, തണുപ്പുണ്ടാകും, മടിയുണ്ടാകും. അതൊക്കെ ആണെങ്കിൽ കൂടിയിട്ടും ആ സമയത്ത് തന്നെ കുളിച്ചിട്ട് കിടന്നുകൊള്ളണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? ജനാബത്ത് ഉണ്ടാകുകയാണെങ്കിൽ ആ സമയത്ത് വുളു എടുത്തിട്ട് കുളിച്ചാൽ മതി. വുളു എടുത്തിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയർഖുദു അഹദന വഹുവ ജുൻബുൻ, ഒരാൾക്ക് അയാൾ ജനാബത്തായിരിക്കും കിടന്നുറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇദാ തവല്ലഅ അഹദുക്കും ഫല്യർഖുദ് വഹുവ ജുൻബുൻ. നിങ്ങൾ ആരെയും വുളു എടുത്തിട്ടുണ്ട് എങ്കിൽ അവനെന്ത് ചെയ്യട്ടെ? കിടന്നുറങ്ങിക്കോട്ടെ. വഹുവ ജുൻബുൻ, അവൻ ജനാബത്തുള്ള ആളാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ജനാബത്തിൻ്റെ കുളിയുടെ മുമ്പും എന്ത് സുന്നത്തുണ്ട്? വുളു എടുക്കൽ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇഗ്തസല മിനൽ ജനാബ ബദഅ ഫഗസല യദൈഹി തുമ്മ യതവല്ലഉ കമാ യതവല്ലഉ ലിസ്സലാത്ത്. അദ്ദേഹം തുടങ്ങാറുള്ളത് ബദഅ ഫഗസല യദൈഹി, കൈകൾ കഴുകും ആദ്യം. കൈകൾ ആദ്യം കഴുകിയിട്ട് തുമ്മ യതവല്ലഉ, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? വുളു എടുക്കും. കമാ യതവല്ലഉ ലിസ്സലാത്ത്, ഏതുപോലെ? നമസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ വുളു എടുക്കും. സുമ്മ യുദ്ഖിലു അസാബിഹു ഫിൽ മാ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിരലുകൾ വെള്ളത്തിൽ മുക്കിയിട്ട് ഫയുഖല്ലിലു ബിഹൽ ഉസൂലി ഷാരിഹി, തലക്കൊന്ന് എന്ത് ചെയ്യും? തടവും. സുമ്മ യസുബ്ബു അലാ റഅസിഹി സലാസ ഖുർഫിൻ, എന്നിട്ട് ശരീരത്തിലൂടെ 3 ഖുർഫ് വയ്ക്കും. 3 ഖുർഫ് എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം തലയിലൂടെ വയ്ക്കും. സുമ്മ യുഫീദുൽ മാ അലാ ജിൽദിഹി കുല്ലിഹി, അങ്ങനെ ശരീരത്തിൽ മുഴുവനായിട്ട് അദ്ദേഹം വെള്ളമൊഴിക്കും. ഇപ്പം അതിന് വേറൊരു രീതിയാണ്, ഷവറാണിലുള്ളത്. ഷവറാണെങ്കിലും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വുളു എടുക്കുക. വുളു എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജനാബത്തിൻ്റെ കുളി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണമെങ്കിൽ വുളു എടുക്കണോ വേണ്ടേ? വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വുളു എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വെറുതെ ജനാബത്തിൻ്റെ കുളി എന്ന് പറഞ്ഞിട്ട് വുളു എടുത്തിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. വുളു എടുക്കാതെ കുളിച്ചാലും ജനാബത്തിൻ്റെ കുളി ശരിയാവില്ല, സുന്നത്ത് കിട്ടൂല എന്നുള്ളൂ. ജനാബത്തിൻ്റെ കുളി ശരിയാകും. പക്ഷേ അവരങ്ങനെ നേരെ വുളു എടുത്തു, കുളിച്ചു, എന്നിട്ട് വുളുവിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ വുളു ഉണ്ടാകുന്ന കരുതി നിസ്കരിച്ചാൽ ശരിയാകില്ല. അത് അങ്ങനെ ഒരു ഇളവില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അബ്ദുസ്സലാം സുലമിയുടെ പിന്നെ നമ്മുടെ ഇളവുകൾ എന്ന് പറയുന്ന പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിൽ അവസാനം നമ്മൾ തെറ്റായി ധരിച്ചിട്ടുള്ള ഇളവുകൾ എന്ന് പറയുന്നിടത്ത് അവിടെ പറയുന്നുണ്ട്, ജനാബത്തിന് വേണ്ടി കുളിച്ചു കഴിഞ്ഞാൽ അവിടെ വുളു കിട്ടും എന്ന് വിചാരിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ തുടക്കത്തിൽ ആരെങ്കിലും വുളു എടുത്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് എന്ത് കിട്ടും? വേറെ വുളു എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോഴുള്ള സംശയം ഉണ്ടാകുമല്ലോ, നമ്മുടെ കൈകൊണ്ട് നമ്മുടെ ലൈംഗികാവയവങ്ങൾ സ്പർശിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താകും? വുളു മുറിയെന്ന് പറയുന്നുണ്ടല്ലോ. 2 രീതിയിലും ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാണ്. ഒന്ന് വുളു മുറിയെന്ന് പറഞ്ഞിട്ട് ഹദീസുണ്ട്, വുളു മുറിയില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അവിടെയാണ് പണ്ഡിതന്മാർ ചെയ്യുന്നൊരു കാര്യം, ജംഅയ്യ ചെയ്യുന്നത്. ആ ഹദീസുകൾ എന്ത് ചെയ്യും? ജംഅയ്യും. ജംഅ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, ഷഹ്വത്തോട് കൂടി തൊട്ട് കഴിഞ്ഞാൽ എന്താണ്? വുളു മുറിയും. ഷഹ്വത്തില്ലാതെ വൃത്തിയാക്കുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്താൽ മതി? കൈ കഴുകിയാൽ മതി എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ജനാബത്തിൻ്റെ കുളിയുടെ സന്ദർഭത്തിൽ വുളു സുന്നത്താണ്. ഇനി ശക്തമായ സുന്നത്തായിട്ടുള്ള സന്ദർഭമാണ് കിടന്നുറങ്ങുന്ന സമയത്ത്. അന്നൗമു അല ത്വഹാറ, നമ്മൾ ഉറങ്ങുന്ന സമയത്തെ ത്വഹാറത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഉറങ്ങേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു കാര്യമുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുള്ള കാര്യം, ഇദാ അഖദ്ത മൽജഅക ഫതവല്ല വുളൂഅക ലിസ്സലാത്ത്, നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫതവല്ല വുളൂഅക ലിസ്സലാത്ത്, നിങ്ങൾ നമസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ വുളു എടുക്കണം. സുമ്മ ഇൽതജി അലാ ശിഖ്ഖതികൽ ഐമൻ, എന്നിട്ട് ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കണം? വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കണം. വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കുക പറഞ്ഞാൽ നമ്മുടെ വലത് കവിളില്ലേ, വലത് ഭാഗമല്ലേ, ഇതെവിടെ വരും? മേലെ വരുമോ താഴെ വരുമോ? ഏതാ വലത്? ഈ ഭാഗം താഴെ വരണം. വലത് കവിള് താഴെ വരുന്ന രീതിയിലാണ് കിടക്കേണ്ടത്. ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ എങ്ങനെയെന്നുള്ളത് കുഴപ്പമൊന്നുമില്ല. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എങ്ങനെ? വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം. അവിടെ തന്നെ ഉറങ്ങുന്ന സമയത്തുള്ള ചില സുന്നത്തുകൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പിന്നെ കമിഴ്ന്ന് കിടക്കാതിരിക്കുക. അതൊരു കറാഹിയത്തായിട്ട് പറയുന്ന കാര്യമാണ്. കമിഴ്ന്ന് കിടക്കാതിരിക്കുക. വെറും നിലത്ത് കിടക്കാതിരിക്കുക. അതായത് വെറും നിലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ സാധാരണ നിലത്തെടുക്കൂലേ, ഈ സാധനം ഉണ്ടാവരുതെന്നാണ്. നേരെ മറിച്ച് എന്ത് ചെയ്യുക? ഒരു ചെറിയ ഷീറ്റോ
അല്ലെങ്കിൽ ഒരു വിരിപ്പോ ബ്ലാങ്കറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിലത്തിറക്കരുത് നല്ല കേട്ടോ പറഞ്ഞത്, അത് കട്ടിലില്ലാതെ കിടക്കരുത് എന്നല്ല പറഞ്ഞത്. താഴെ ഒരു പായയോ അങ്ങനത്തെ എന്തെങ്കിലും സംഗതികളോ വിരിച്ചിട്ട് എന്ത് ചെയ്യുക, കിടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചൂടുകാലത്തൊക്കെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണുള്ളത്. പക്ഷേ ചൂടുകാലത്ത് അങ്ങനെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, കിടക്കൽ ആവശ്യമാണെങ്കിൽ കിടക്കേണ്ടി വരും. തണുപ്പ് അങ്ങനെ കിട്ടുന്നുള്ളൂ. കറണ്ട് പോണൊരു അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആ സമയത്ത് നബിയുടെ സുന്നത്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ചൂട് സഹിച്ചിട്ട് കിടക്കാൻ കഴിയും? ഇല്ലല്ലോ. ആ സന്ദർഭത്തിൽ നിലത്ത് കിടക്കുക. പക്ഷെ അതെന്തായി വരുന്നത്, സ്ഥിരാകരുത്. അങ്ങനെ കിടന്നാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ചിലർ പറയുന്നത്. എന്താണെന്നറിയില്ല, അല്ലാഹു അഅലം. പ്രശ്നങ്ങളുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കേട്ടോ, വേറെ പ്രശ്നങ്ങളല്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അത് ആരോഗ്യ വിദഗ്ധർക്ക് അതിനെക്കുറിച്ചിട്ട് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കുക. സുമ്മഖുൽ എന്നിട്ട് പറയാം, അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക. ഈ പ്രാർത്ഥന അറിയുന്നതാണല്ലോ. അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക വ ഫവ്വൽതു അംരി ഇലൈക വ അൽജഅതു ലഹ്രി ഇലൈക റഗ്ബതൻ വ റഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബി കിതാബിക അല്ലദി അൻസൽത വ ബി നബിയ്യിക അല്ലദി അർസൽത വജഅൽഹുന്ന മിൻ ആഖിരി കലാമിക ഫഇൻ മുത്ത മിൻ ലൈലത്തിക മുത്ത വ അൻത അലൽ ഫിത്രത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളിൽ ഒന്നാണത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. വേറൊരു പ്രാർത്ഥന, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക റഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫദ്ഹ ബിമാ തഹ്ഫദു ബിഹി മിൻ ഇബാദിക സ്വാലിഹീൻ. ഈ രണ്ട് പ്രാർത്ഥനകളിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് നിർവഹിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കിടക്കാൻ പറ്റുന്നതാണ്. വേറൊരു കാര്യം, ഉറക്കം ഒരിക്കലും ആരെ കാത്തിക്കരുത്, നമ്മളെ കാത്തിക്കരുത്. മനസ്സിലായോ? ചിലർ മൊബൈലൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇത് നെറ്റിമ വന്ന് അടിക്കുമ്പോഴാണ് ഉറങ്ങിയെന്നുള്ളത് അറിയാം. കാരണം കൈമന്നൊക്കെ വീണിട്ടെ ആ അവസ്ഥയിലേക്ക് പോകരുത്. കുട്ടികൾക്കൊക്കെ വരുന്നൊരു സംഗതിയാണ്. കുട്ടികൾക്കൊന്നല്ല, ഇപ്പോൾ മുതിർന്ന ആളുകൾക്കും വരുന്നൊരു സംഗതിയാണ്. നമ്മുടെ വീടുകളിൽ ഒരു സിസ്റ്റം ഉണ്ടാവുന്നത് നല്ലതാണ്. കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഈ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെക്കാനുള്ളൊരു ഇടം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മുഴുവൻ സമയം എന്ത് ചെയ്യും, അതിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അവിടെയാണ് കൂടുതൽ സമയം എന്ത് ചെയ്യാണ്, ഇതിലെ പോയിട്ട് ഈ ഉറക്കത്തിൽ കൃത്യമാകാത്ത രീതിയിൽ ഉറക്കം നമ്മളെ വന്നിട്ട് കാത്തിക്കുകയാണ്. അവിടെ ഏറ്റവും നല്ലത് കിടന്നിട്ട് നമുക്ക് ഈ കിടന്നിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലാനുള്ളൊരു ഉന്മേഷം നമുക്കുണ്ടാകുമല്ലോ. ഇത് ഉറക്കത്തിനൊരു ഒരുക്കം കൂടിയാണ്. സ്ത്രീകളോട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി, നമ്മൾ ഉറങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് വീട്ടിലുണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട്. സെക്യൂരിറ്റി കൃത്യമായി പാലിച്ചിരിക്കണം എന്നാണ്. സ്ത്രീകൾ മാത്രമൊന്നുമല്ല, പുരുഷന്മാരും പാലിച്ചിരിക്കണം. സെക്യൂരിറ്റി എന്താ, വാതിലടയ്ക്കണം, വിളക്കൂതണം. മുസ്ലിംസിന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വാതിലടയ്ക്കണം, വിളക്കൂതണം. പിന്നെ ഈ ബെഡ്ഷീറ്റ് തട്ടിപ്പിരിച്ച് വെക്കണം. ഇങ്ങനെ ജസ്റ്റ് രണ്ടടി അടിക്കാനല്ല പറഞ്ഞത്, എടുത്ത് കുടഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് ഇതാക്കണം എന്നാണ്, വിരിഞ്ഞ് വെക്കണം എന്നാണ്. കാരണം അതിനൊരു കാരണം പറയുന്നത്, നമ്മളുടെ വീടുകളൊക്കെ അടച്ചുറപ്പുള്ള വീടുകളായിരിക്കും, ഒന്നും ഉണ്ടാവില്ല അല്ലേ, പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്കറിയാം. അത് എടുത്ത് കുടഞ്ഞു കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം പൊടി ഉണ്ടാകും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇത് എന്തിന് കാരണമാകും, നമുക്ക് പല രോഗങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതകളുണ്ട്. അവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇത് നമുക്കൊരു ശീലമായി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്യും, അത് ചെയ്യാം. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ പോയി കഴിഞ്ഞാലും അത് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ് ആ ഒരു സുന്നത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. പിന്നെ മക്കയിൽ പ്രവേശിക്കുന്ന സമയത്തൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു കുളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർക്ക് ഇതിൽ അഭിപ്രായമുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം, ഇദാ ദഖല അദ്നൽ ഹറാം അംസക അനിൽ തൽബിയ സുമ്മ യബീതു ബിദിതുവ സുമ്മ യുസല്ലി ബിഹി സുബ്ഹ് വ യഗ്തസിൽ. അദ്ദേഹം എന്ത് ചെയ്യുന്നു, കുളിക്കിയിരുന്നു എന്നാണ്. വയുഹദ്ദിസു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഫ്അലു ദാലിക. എന്നാൽ അദ്ദേഹം പറയും ചെയ്യായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, അങ്ങനെ മക്കയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുളിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുളിക്കാറുണ്ട്. എന്നിട്ട് പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞാൽ, ഇഖ്തിസാലി ദുഖൂലി മക്ക മുസ്തഹബൻ ഇന്ദ ജമീഅൽ ഉലമാ. എല്ലാ പണ്ഡിതന്മാർക്കും ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണെന്ത്, മക്കയിൽ പ്രവേശിക്കുന്ന സമയത്ത് കുളിക്കുക എന്നുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒന്ന്, വുദൂ എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വുദൂ എടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്തിൽ വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാകില്ല. രണ്ടാമത്തെ ഒന്നാണ് എന്ത്, ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസോട് കൂടി സംസാരിക്കുന്നത് എങ്ങനെയാണ്,
നമ്മുടെ വായിൽ നിന്ന് വല്ലാത്ത പ്രയാസങ്ങളൊന്നും മണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടാകുന്ന സമയത്താണ് ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ ഈ സുന്നത്തുകളെ ജീവിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നളാഫത്ത്, ത്വഹാറത്ത് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകളെ പാലിക്കുക. അത് നമ്മളുടെ സൗകര്യങ്ങൾ അനുസരിച്ചിട്ടല്ല ചെയ്യേണ്ടത്. കഴിയുന്നതും സൗകര്യങ്ങളുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, സ്വീകരിക്കുക. എന്നാൽ സൗകര്യങ്ങളില്ലാത്തൊരു സ്ഥലത്ത് കഷ്ടപ്പെട്ട് അതിലേക്ക് പോകേണ്ട ആവശ്യങ്ങളും ഇല്ല. നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഒരു ചെയർ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഇരിക്കണം. അവിടെ ഒരു കസേര ഉണ്ട്, ഇരിക്കണം. എന്നാൽ കസേര ഇല്ല, നിലത്തിരിക്കണോ? അവിടെ അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. കാരണം അതെന്താണ്, സുന്നത്താണ്. ഇനിയിപ്പോൾ ഓരോന്നും ഞാൻ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളത്. ഇനി ഓരോന്നും നമ്മളുടെ ജീവിതത്തിൽ ആലോചിച്ച് വയ്ക്കുക. ഒരാളെ കാണുന്ന സമയത്ത് ചിരിയോടുകൂടി സ്വീകരിക്കുന്നത്, സലാം പറഞ്ഞു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് അധികം മടക്കുന്നത്, ഇതൊക്കെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് വല്ലാതെ മറ്റുള്ളവരിലേക്ക് കൂടുതൽ നോക്കാതെ നടക്കുന്നത്. ചെരുപ്പ് ഊരുമ്പോഴും അഴിക്കുമ്പോഴും വലതും ഇടതും ഉണ്ടാക്കുന്നത്. ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നത് എന്താ? ഇപ്പോൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഏത് കാലം വെച്ചാൽ കയറണ്ടേ? ഇടത്തെ കാലം. എന്താ അതിന് പ്രയാസം ഉണ്ടാവുക? ഒരു പ്രയാസമില്ലല്ലോ. നമ്മുടെ മനസ്സിന് എന്ത് ചെയ്താൽ മതി, നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ മതി. ഇറങ്ങുമ്പോൾ വലത്ത് കാല് വെച്ച്, പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് വലത്ത് കാല് വെക്കുക, ഇറങ്ങുമ്പോൾ ഇടത് കാല് വെക്കുക. ആ രണ്ട് പ്രാർത്ഥനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. ഇതൊക്കെ നമ്മൾ ഇതുമായി ഒന്ന് ചേർന്ന് വരേണ്ടതുണ്ട്, അല്ലേ? ഈ ഓട്ടോമാറ്റിക് ബൈക്ക് ഓടിച്ചിട്ട്, വണ്ടി ഓടിച്ചിട്ട് പിന്നെ ഈ മാനുവൽ ഗിയറുള്ള വണ്ടിയിലേക്ക് മാറുന്ന സമയത്ത് ഫസ്റ്റൊക്കെ നല്ല ഇടങ്ങേറുണ്ടാവും. പിന്നെ നമ്മളതുമായിട്ട് എന്ത് ചെയ്യും, ഇതായി പോകും. ഇതേപോലെ നമ്മളെ ഗിയർ ഏതിലേക്ക് മാറ്റേണ്ടി വരും, മാനുവൽ ഗിയറിലേക്ക് മാറ്റേണ്ടി വരും. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇസ്ലാം പറഞ്ഞില്ലേ, ഒരു വിശ്വാസിയുടെ 2 ദിവസങ്ങൾ ഒരേപോലെ ആകൂലെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അയാൾ ഒരു ദിവസം എന്ത് ചെയ്യും, അടുത്ത ദിവസം ഒരു സുന്നത്തോ ഒരു സൽക്കർമ്മോ അയാൾ എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. അങ്ങനെ ആകുന്ന സമയത്ത് ഇത് സുന്നത്താണ് എന്നുള്ള ബോധത്തോടു കൂടി തന്നെയും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഒരു പ്രയാസമില്ലാതെ സ്വീകരിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.